നമ്മുടെ കടയിൽ പണിയെടുക്കുന്ന ചേച്ചിയുടെ വീട് വേറെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വന്നത്. ചേച്ചിക്ക് സ്ഥലമുണ്ട്, അപ്പോൾ വീട് പാസ്സായിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ ആ സ്ഥലത്തിന് മുമ്പ് നിന്ന് ഫോട്ടോ എടുക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ മെമ്പർ വിളിച്ച് പറയണം, അപ്പോൾ ചേച്ചിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ 2 ബസ് കയറണം. പിന്നെ അതിലുപരി ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും കടയിലേക്ക് തന്നെ വരും വേണം. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൂട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ, ഞാനും ചേച്ചിയും കൂടെ. അപ്പോൾ ഇവരുടെ ഇത് തറവാട് വീടാണ്. ചേച്ചിയുടെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കാണെന്ന് ചേച്ചി പറഞ്ഞത്. ഓരോ ഭാഗത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുമ്പോഴും ചേച്ചി ഓരോ ഓർമ്മകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഇതൊരു പഴയ വീടാണ്, വർഷങ്ങൾ വഴക്കമുള്ള വീടാണ്. അതേപോലെ തന്നെ ഈ കിണറൊക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ കിണറാണ്. ഇതിൻ്റെ ഫുള്ളും ചുറ്റും ഇരിക്കുന്നത് വെട്ടുകല്ലാണ്. അടിയിൽ മാത്രമാണ് ഒരു ചെറിയ റിങ് കാണുന്നത്. റിങ്ങും കരിങ്കല്ല തോന്നുന്നുണ്ട്. അപ്പോൾ റിങ് കാണുന്നത് ഈ കിണറിൻ്റെ ഈ ചുറ്റുമൊക്കെ ഈ അടുത്ത കാലത്തായിട്ടാണ് അവരിങ്ങനെ ആക്കിയിരിക്കണമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ പൊളിച്ചിങ്ങ വായിൽ കാണുമ്പോൾ തന്നെ എന്നെ വെള്ളം ഊറി. പക്ഷെ എങ്കിൽ തിന്നാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. 1-2 വലിച്ച് ഞാൻ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീടെന്ന് വെച്ചാൽ എൻ്റെ പണ്ട് കാലത്ത് എൻ്റെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഞാൻ വളർന്നത് വാളയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു പരിസരത്തായിരുന്നു ഞാൻ വളർന്നിട്ടാ. പിന്നെ ഒരു വിധം വലുതൊക്കെ ആയതിനു ശേഷമാണ് ടൗണിലേക്കും പാലക്കാട്ടേക്കൊക്കെ മാറി വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ എന്തെന്നറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കണ മനസ്സിൽ അതുപോലത്തെ ഒരു വീട്, അതേപോലെ പശുക്കൾ, കോഴികൾ, ചുറ്റും മരങ്ങൾ, മാങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ വീടുകൾ, തറവാട്ട് വീടാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ 10 റൂമുകളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേച്ചിയാണ് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് കയറിയ മരുമകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയായിരുന്നു വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നല്ലൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്, നല്ലൊരു എൻജോയ് ആണ്. ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവില്ലേ ഇതുപോലത്തെ തറവാട് വീടുകളും പരിസരങ്ങളും എല്ലാം. അപ്പോൾ ഈ പശുക്കളിനെയൊക്കെ കാണുന്ന സമയത്ത് പണ്ടൊക്കെ ഞങ്ങൾ വാളയാറിക്കുന്ന സമയത്ത് പശുക്കളിനെ മേയാനൊക്കെ വിടുമ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്നിട്ട് ഒരു എരുമ എന്നെ തോളത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇത് കർപ്പൂരം മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് വലിക്കണ്ടെന്ന് പറഞ്ഞു. ചേച്ചി വലിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർപ്പൂരം മാങ്ങ കൊണ്ടിട്ട് ഒരു കാര്യമില്ല, എനിക്ക് വേണ്ട അങ്ങനെയൊക്കെ.